ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു പ്ലേസ് ചെയ്തൊരു ഓർഡറിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നാണ് ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്സ്ട്രോക്കിൻ്റെ ഈ ഇടയ്ക്ക് കുറച്ച് മെനൂസൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ ആൾക്കാർക്ക് പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല എന്നോ അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അത് കാരണമാണ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ഞാൻ ചെയ്യുന്നത്. നമ്മളൊരു ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഓർഡറിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ മെനൂസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് ലിസ്റ്റാണ് വരുന്നത്. ഈ ഓർഡേഴ്സിനകത്താണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്നത്. ഈ പൊസിഷൻ്റെ അകത്താണ് നമ്മളൊരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനകത്ത് പൊസിഷൻ കാണാൻ സാധിക്കും. അതിപ്പോൾ ഡെലിവറി എടുത്ത ഓർഡർ ആണെങ്കിലും ശരി, ഇൻട്രാഡേ ചെയ്താണെങ്കിലും നമ്മുടെ ഓർഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണണമെങ്കിൽ ഈ ഓർഡേഴ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഓർഡേഴ്സൊക്കെയാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ ഈ ക്ലോസ്ഡ് എന്നുള്ളതിൽ സ്വിച്ച് ചെയ്ത് ഓൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഡേഴ്സും കാണുന്നതിനും ഓപ്പണായിട്ട് അതിൽ ഓർഡറിൻ്റെ ഓപ്പണായിട്ട് കാണുന്നതിനും ക്ലോസ്ഡ് ക്ലോസ് ആയിട്ടുള്ള കാണാൻ നമുക്കത് ക്ലോസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഓർഡർ കിടക്കണുണ്ടോ, ആ ഓർഡറാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ഓർഡറും ക്യാൻസൽ ചെയ്ത ഓർഡേഴ്സാണ്. അപ്പോൾ ഈ കംപ്ലീറ്റുള്ള ഓർഡറിൽ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ പൊസിഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ വ്യൂ പൊസിഷൻ അടിയിൽ കിടക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ളതാണ്. വ്യൂ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡേ പ്രോഫിറ്റ് ആൻഡ് ലോസ് 180 റുപ്പീസാണ്. ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 175.49 അത് നമുക്കവിടെ അടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 200 റുപ്പീസോളം ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ ഈ സ്ക്വയർ ഓഫ് തന്നെയുള്ള എടുക്കാം. നമുക്ക് ഇത് ചാർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ചാർട്ട് കാണാനും ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷനൊക്കെ എടുത്ത് താഴെ നമുക്ക് കാണാനും ഈ സ്ക്വയർ ഓഫ് എന്നുള്ളതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ SL ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ SL മാർക്കറ്റ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ SL ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നും SL മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡറായിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഞാൻ 300 ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്തേക്കുന്നതെങ്കിൽ ബൈ ഡിഫോൾട്ട് 300 ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് എടുക്കും ഡയറക്റ്റ്ലി GTTയിലേക്ക് പോയി കിടക്കും, അന്നേരം മൊത്തം മാറി കിടക്കും. ഈ റെഗുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഡെലിവറി എടുത്തതിനാണ് നമുക്ക് GTT ഓർഡർ ഇട്ട് നമുക്കങ്ങനെ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന. റെഗുലർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രൈസ് എൻ്റർ ചെയ്യുക. അത് നമ്മൾ ഏത് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 174.91 നിൽക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് 175.49 എൻട്രി എടുത്തേക്കുന്നത്. അതിപ്പോൾ ഒരു 175.9 അതായത് ഒരു മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് എനേബിൾ ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രിഗർ എൻ്റർ ചെയ്യുക. ഒരു 176 ചെയ്യാൻ നിൽക്കുക. 176.10 എന്നൊരു ഫിഗർ എൻ്റർ ചെയ്തു. അതായത് ഈ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് 174 ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റാണ് നിൽക്കുന്നത്. കൂടുതൽ ലോസിലേക്ക്, അതായത് 175 മുകളിലേക്ക് പോയി 176 കൂടുതൽ ലോസിലേക്ക് പോവുകയാണെങ്കിലാണ് എനിക്ക് ഈ ഓർഡർ സ്ക്വയർ ഓഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 176.10 ചെയ്തു. ഏകദേശം ഒരു 150 രൂപയോളം ലോസ് വരും. 200 രൂപയോളം ലോസ് വരും. പിന്നെ അതിൻ്റെ ചാർജ് 250 രൂപയോളം മൊത്തം ലോസ് വരും. ഇത് ട്രിഗർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 300 രൂപയാണ് മാക്സിമം ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഓർഡറിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ എന്താണ് പ്രൈസ് വേണ്ടതെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. 170. ഞാനത് ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രൈസിനേക്കാളും കൂടുതൽ സ്ക്വയർ ഓഫ് ചെയ്യുന്നത് 176 ഇതുണ്ട്. ഇവിടെ കാണുന്നത് ലിമിറ്റ് പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ട്രിഗർ പ്രൈസ്. 176 ചെയ്യുമ്പോൾ 0.10 ഞാൻ ബൈ ചെയ്യുന്നത് കൊണ്ട് 176.11 ഞാൻ കൊടുക്കണം, എന്നാലാണ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 176.09 കൊടുക്കാൻ നോക്കിയാൽ സമ്മതിക്കത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ബൈ ആണ് ചെയ്യുന്നത്. ഷോർട്ട് സെല്ല് ചെയ്ത് ഓർഡർ ആയതുകൊണ്ട് ബൈ ചെയ്യണമുണ്ട്. അത് നിങ്ങൾ സെല്ല ചെയ്യണമെങ്കിൽ ബൈ ചെയ്ത് ഓർഡർ സ്ക്വയർ ഓഫ് സെല്ല ചെയ്യുന്നെങ്കിൽ തിരിച്ചു വരിക. ഞാൻ 11 കൊടുത്തു. അതായത് എപ്പോഴാണോ ട്രിഗർ പ്രൈസ് 176.10 വരുന്നത്, അപ്പോൾ 176.11 എന്നുള്ള ഓർഡർ എൻ്റെ ബ്രോക്കർ മാർക്കറ്റിലേക്ക് അയക്കും. ആ ഓർഡറോടെ എക്സിക്യൂട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രൈസ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് 176.10 ചെയ്തു. എത്രയാണോ മാർക്കറ്റ് പ്രൈസ് എന്ന് നിങ്ങൾക്ക് അതിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 176.10 കൊടുത്തിട്ട് മാർക്കറ്റ് എന്നുള്ള അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അടുത്ത ഏതാണോ ഒരു സെല്ലറിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ആ പ്രൈസിന് ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഞാൻ ഇതൊന്നും കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇട്ടിട്ട് അതിൽ നമുക്ക് ഇതിട്ട് ചെയ്ത് നോക്കാം. 1 ഇട്ടു, താഴെ കഴിഞ്ഞിട്ട് സ്വൈപ്പ് ടു ബൈ എന്നുള്ളത് കൊടുത്തേക്കുക. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ എനേബിൾ ചെയ്യാമെന്നാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, വീഡിയോ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിപ്പോൾ. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഈ സ്വൈപ്പ് ടു ബൈ ഞാൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്കൊരു കാണാൻ നമ്മുടെ ഓപ്പൺ പൊസിഷൻ്റെ അകത്ത് ട്രിഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓർഡർ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. അതായത് ഈ എക്സിക്യൂട്ട് ആയ സെൽ ഓർഡറിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ട്രിഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നമുക്ക് കാണാൻ 176.11 ആണ് കിടക്കുന്നത്. അതായത് 176.10 വരുമ്പോൾ ഈ ഓർഡർ ബ്രോക്കർ മാർക്കറ്റിലേക്ക് അയക്കും. 176. ഇതിപ്പോൾ താഴേക്കിന് കൂടുതൽ പോവുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആവും. ഇതങ്ങനെ മുകളിലേക്ക് കയറി വരുവാണെങ്കിൽ ഈ ട്രിഗർ എക്സിക്യൂട്ട് ആയി ഏകദേശം ഒരു 300 റുപ്പീസ് ലോസിൽ ഈ ഓർഡർ ക്ലോസ് ആവും. അപ്പോൾ പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിത് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെങ്കിലും നമുക്ക് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോഡിഫൈ ഉള്ള ഓപ്ഷൻ കിട്ടും. കാണിച്ചു തരാം. എൻ്റെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ നമുക്ക് ഇപ്പോൾ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്യാൻസൽ എന്നുള്ളത് കൊടുക്കുക. മോഡിഫൈ ആണെങ്കിൽ മോഡിഫൈ എന്നുള്ളത് കൊടുക്കുക. മോഡിഫൈ ചെയ്ത് മാർക്കറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു തരാമെന്നാണ്. ഞാൻ ഇത് ബാക്ക് വന്നു, ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. ഇത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിലേക്ക് ആക്കണമെങ്കിൽ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 176.10 പ്രൈസ് അപ്ലൈയിൽ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റ് ഓർഡറായിട്ട് അവിടെ എക്സിക്യൂട്ട് ആവും. അത് എത്രയാണ് അടുത്ത സെല്ലറുള്ള ആ പ്രൈസിനായിരിക്കും ആ ഓർഡർ എക്സിക്യൂട്ട് ആവണേ. അപ്പോൾ നമുക്കൊരു യാതൊന്നും പറയേണ്ടതാണ്. ഇനി താഴെ ഈ സ്വൈപ്പ് ടു മോഡിഫൈ എന്നുള്ളതിൽ കൊടുത്തേക്കുക. സ്വൈപ്പ് ടു മോഡിഫൈ ഇപ്പോഴും ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കാൻ കാണാൻ സാധിക്കും. അതിൻ്റെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ബൈ ഓർഡറാണ്, ഇൻട്രാഡേ ആണ്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിലാണ് കിടക്കുന്നത്. ഓർഡർ ഡീറ്റെയിൽസ് നമുക്കത് അപ്പോൾ ആ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഈ പ്രൈസ് അപ്ലൈയിൽ 176 എന്നുള്ള പ്രൈസിലായി കഴിഞ്ഞാൽ ഈ 300 ക്വാണ്ടിറ്റി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സ്കോർ ഓഫ് ആയി പോകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എൻ്റെ ഡേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാൻസൽ കൊടുക്കാം. മോഡിഫൈ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാർക്കറ്റ് ഓർഡറായിട്ട് തന്നെ കടന്നോട്ടേതാ. നമുക്കത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കടന്നാൽ മതി. എത്ര മുകളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ സ്കോർ ഓഫ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. നമുക്കത് പൊസിഷനിൽ കാണണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉള്ളത് ഏകദേശം 93 റുപ്പീസാണ് പ്രോഫിറ്റ് ഉള്ളത്. 300 ക്വാണ്ടിറ്റിയാണുള്ളത്. പ്രൈസ് താഴേക്ക് ഇറങ്ങുന്നതെന്ന് വിചാരിച്ചതായിട്ട് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ചാർട്ടൊന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ചാർട്ടിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് വന്നുപോയി. ഞാൻ ഇവിടെ കയറിയപ്പോഴാണ് എൻ്റെ എടുത്തത്. അത് താഴേക്ക് വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ മിക്കവാറും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് ഈ ഒരു ഓർഡറിൻ്റെ കേസിൽ. കാരണം ഇതുപോലെ ലൈൻ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1 അവർ ചാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിസ്റ്റിംഗ് പോയിൻറ്റിൽ വരെ പോയിട്ടാണ് ഈ 175.49 ഞാൻ എൻട്രി എടുത്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ട്. താഴേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. താഴേക്ക് വന്ന് ഏകദേശം ഇവിടം വരെ 173.64 വരെയും താഴേക്ക് വരാനുള്ളൊരു പ്രോബബിലിറ്റി ഈ ഒരു ഓർഡറിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ മതി. അറിയാവുന്നവരെ ഞാൻ പറഞ്ഞുതരാം. ബൈ, സീ യു.